ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാന് കൂടുതൽ സഹായം ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ വന്ന വാർത്തകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉപരോധമാണല്ലോ എല്ലാ രാജ്യങ്ങളുടെയും പേടി സ്വപ്നം എന്ന് പറയുന്നത്. ഇറാനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചെങ്കിലും ചൈന അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യും, ഞങ്ങൾക്ക് ആ ഉപരോധമൊന്നും ബാധകമല്ല എന്ന് ചൈന നിലവിൽ പറയുന്നുണ്ട്. രണ്ടാമത് റഷ്യയും നേരിട്ട് രംഗത്ത് എത്തിയിട്ട് അമേരിക്കയെ ഡയറക്റ്റായിട്ട് വിമർശിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതും വളരെ രൂക്ഷമായി തന്നെ അമേരിക്കയെ വിമർശിക്കുന്ന ഇറാനെ ആക്രമണകാരിയായ അമേരിക്കയ്ക്ക് ഇറാനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല, ഞങ്ങൾ ഇറാനെ വിട്ടുതരില്ല എന്ന് ഡയറക്റ്റായിട്ട് റഷ്യ പറയുന്ന ഒരു കാഴ്ച, പിന്നാലെ ചൈന പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇറാനെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചൈനയും റഷ്യയും ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടല്ല, അതൊരു വാർത്തയാണ്. ഇതിൽ അമേരിക്ക വളരെയധികം അസ്വസ്ഥത പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദ ഗെയിം ഈസ് ഓൺ എന്ന് പറയുന്നത് പോലെ ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇവരെ ബാക്ക് ചെയ്യാൻ ഇത്ര രാജ്യങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഇന്ത്യ ആ സ്റ്റാൻഡിൽ തന്നെ അപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇത് ഈ ലോകക്രമം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തും ഈ ഇറാന്റെ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു സാധനം ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, പാശ്ചാത്യ മാധ്യമങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സ്വാധീനിക്കുക? പിന്നെ ഇറാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നിലവിൽ ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഈ ഡയറക്റ്റായിട്ട് ഇറാന് പിന്തുണ കൊടുത്ത ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇതിനെ എങ്ങനെ കാണും? ഇത് വളരെ എന്താണ് യുദ്ധം ഇന്നലെ പെഷസ്കിയാന്റെ ഭാഗത്തു നിന്നൊരു സന്ദേശം എത്തി, ഒരു പ്രസ്താവന എത്തി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജയിച്ചു, യുദ്ധം നിർത്താൻ ഞങ്ങൾക്ക് തയ്യാറാണ് എന്ന് പറയുന്നത്. പക്ഷെ അമേരിക്ക ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കടുത്ത ഉപരോധമാണ്. സ്വാഭാവികമായി ഉപരോധം നേരത്തെ തന്നെ ഇറാന്റെ മുകളിലുണ്ട്, ഇപ്പോൾ കടുത്ത ഉപരോധം. ഈ കടുത്ത ഉപരോധം എന്ന് പറയുമ്പോൾ ധനുഷ അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കും. കാരണം അവിടുത്തെ വിമാനത്താവളങ്ങൾ പോലും ഉപയോഗിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയില്ല കടുത്ത ഉപരോധം വന്നു കഴിഞ്ഞാൽ. കാരണം ആ കമ്പനികളെ അമേരിക്ക ബാൻ ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയും ഇപ്പൊ ഈ നമ്മുടെ ഒരു കമ്പനി ഇപ്പൊ ഇറാനിൽ പോയതിന്റെ പേര് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മുഴുവൻ ഡോളറിലായതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾക്കുള്ള വാണിംഗ് ഉണ്ട് സാമ്പത്തികമായി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ അനവധി കുട്ടികൾ ഈ ഇറാനിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ പോകുന്നത് കടൽ വഴി നീന്തി അല്ലല്ലോ പോകുന്നത്, വിമാനം വഴിയാണ്. അപ്പൊ അവർക്ക് പോലും ലാൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഉപരോധങ്ങളാണ് കൊണ്ടിരുന്നത്. ഇവിടെ ഈ ഉപരോധത്തിന്റെ ആദ്യ എഫക്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചൈനയ്ക്ക് ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ചൈനയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു, അവരെല്ലാം ഇപ്പോൾ ആ എണ്ണ പതുക്കെ കുറച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ചൈന അതിന്റെ ഒരു തിക്തഫലം ഇപ്പോൾ അനുഭവിച്ചു. കാരണം ചൈനയാണ് ഇറാനിൽ നിന്ന് 90% എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അവരത് ശുദ്ധീകരിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ മേഖലയിലോട്ട് ഇറങ്ങുന്നത്. ചൈന നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരുന്നൊരു പണിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത്. നമ്മൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് കൃത്യമായി പറഞ്ഞ 2022 ശേഷമാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അതും നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. അപ്പം ഈ ഒരു കാരണം മോദി വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആൾക്കാർ പറയും മോദിയെ പുകഴ്ത്താനാണ് പറയുന്നത്. അല്ല, ഇപ്പൊ 2022 ശേഷമാണ് അത് നടന്നത്. അന്നേരം ഭരിക്കുന്ന മോദിയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇവിടെ അത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ചൈന അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചൈന പറഞ്ഞത് ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ നിന്ന് ചൈനയ്ക്ക് എണ്ണ എത്തിക്കേണ്ടതായി വരുമല്ലോ. അപ്പോൾ പിന്നെ ചൈനയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? അഷാദിൽ പെട്ടുപോയത് ഇറാനല്ല, ചൈനയാണ്. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ അക്ഷരാർത്ഥത്തിൽ തന്നെ വീർപ്പുമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഈ റഷ്യയുടെ നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. അവിടെയാണ് ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രിക്സ് ഉച്ചകോടി വരുന്നു, അടുത്ത മാസമാണ് ബ്രിക്സ് ഉച്ചകോടി. അവിടെ ഇറാന്റെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇറാൻ മാത്രമല്ലല്ലോ, റഷ്യ ഉണ്ടല്ലോ. ഇനി ചൈനയ്ക്ക് കൊണ്ട് അമേരിക്കയുമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ തന്നെ വളരെ രൂക്ഷമാണ് അവരുടെ വിഷയങ്ങൾ. ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കിട്ട് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ കുത്തുന്ന ടീമുകളാണിത്. നമുക്കും ഉണ്ട് വിഷയങ്ങൾ. സമാന സ്വഭാവമുള്ള കുറെ ഹൃദയങ്ങൾ ഒത്തുകൂടുന്നു, ഇല്ലെ ചില മനസ്സുകൾ അവിടെ ഒത്തുകൂടുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിനകത്ത് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു, റഷ്യ പറഞ്ഞു കഴിഞ്ഞു. ഈ ടെററിസം അതൊക്കെ അവർ സ്ഥിരം ചർച്ച ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും ടെററിസം, അതിർത്തി കടന്നുള്ള ആക്രമണം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റഷ്യ ഉക്രൈൻ വാറായിട്ടല്ല ഇപ്പോൾ അതിനെ റഷ്യ കാണുന്നത്. UK-യുടെതൊക്കെ തന്നെ ആയുധങ്ങൾ വളരെ പബ്ലിക്കായിട്ട് തന്നെ മിസൈലുകളും മറ്റുമൊക്കെ റഷ്യയിലെ തലസ്ഥാനങ്ങളിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ സ്വാഭാവിക റഷ്യ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങൾ വന്നാൽ ആ രാജ്യവും ഞങ്ങൾ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കും, ഞങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. UK ആ രീതി റഷ്യ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്രിക്സ് ഉച്ചകോടി. ഇതാണ് ഈ ഉച്ചകോടി കലക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം ഇവിടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നത്തിൽ ഈ ഉപരോധങ്ങളും കാര്യങ്ങളും, താരിഫ്. ഇപ്പൊ ഇന്ന് കാനഡയ്ക്ക് താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാനഡ വലിയ കട്ടക്കലിപ്പിലാണ്. അപ്പൊ ഈ താരിഫ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് മുമ്പോട്ട് അതിജീവിച്ച് പോകണ്ടേ?
അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ അവർ തീരുമാനമെടുക്കും. ഒന്നെങ്കിലും ഒരു ബക്കറ്റ് ആയിരിക്കാം, മീൻസ് യൂണിറ്റി, അതായത് എല്ലാ രാജ്യങ്ങളുടെ നാണയങ്ങൾ ഒരു ബക്കറ്റിലേക്ക് വരത്തക്ക രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിരിക്കാം. അതായത് നമ്മുടെ പൈസയും നിങ്ങളുടെ പൈസയുമായിട്ട് നമുക്ക് അങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്തല്ല. ആർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ട്രംപ് പറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോളർ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ഡോളറൈസേഷനിലേക്ക് ഒരുപക്ഷെ ഒരു നാണയം ഒന്നും ഇറക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ഈ ബ്രിക്സ് രാജ്യങ്ങൾ എത്തിയിട്ടുമില്ല. ഒരുപക്ഷെ യൂണിറ്റി ഉണ്ടാകാം, മീൻസ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരുടെയും നാണയം അടങ്ങുന്ന ഒരു ബക്കറ്റ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് ഡോളറൈസേഷനെ പരോക്ഷമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായി മാറും. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യം കുറെ അധിക രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ കച്ചവടം ചെയ്യുന്നു. ചൈന നേരത്തെ മുതലേ ചെയ്ത് തുടങ്ങുന്നുണ്ട്, റഷ്യയും അങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 44%, അതായത് ലോകത്തെ വിപണിയുടെ 44 to 50% കൈകാര്യം ചെയ്യുന്ന ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. അതായത് നിലവിലുള്ള ബ്രിക്സ് രാജ്യങ്ങളും, കാരണം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ ബ്രിക്സ് അല്ലേ, ചൈനയും ഇന്ത്യയും. അത് ചേർന്നാൽ തന്നെ ഏതാണ്ട് പകുതിയായി ലോക ജനസംഖ്യയുടെ, അടുത്തെത്തി 300 ബില്യണിന് മേളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേനും ബാക്കി പിന്നെ ബ്രസീല്, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, പിന്നെ പറഞ്ഞ ഈജിപ്റ്റ്, UAE ഇങ്ങനെ കിടക്കുകയാണ് രാജ്യങ്ങൾ. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെറു രാജ്യങ്ങൾ വരാതിരിക്കും. ആസിയാൻ രാജ്യങ്ങളുണ്ട്, അവർ വരാതിരിക്കില്ല, അവർ വരും. അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് തീർന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു വലിയ വിഷയം. അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കാണുന്നത് ഇറാന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ്. കാരണം ഈ നമ്മളിപ്പോ ഇന്നലെ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു, ഈ ഹോർമുസ് മുഴുവൻ അമേരിക്ക കൈപ്പിടിയിൽ ഒതുക്കിയെന്നുള്ളത്. പക്ഷെ ആ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് 20% താഴെ ഒരു എണ്ണ വ്യാപാരം മാത്രമാണ് ഈ ഹോർമുസിന്റെ തെക്കൻ തീരം വഴി നടക്കുന്നത്, ഈ ഒമാൻ തീരം വഴി നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഒരുപക്ഷെ ഇതിനെ അലങ്കോലപ്പെടുത്താൻ ഇറാനും ശ്രമിച്ചുകൂടുന്നില്ല. അവരും ആ ഗൾഫ് മേഖലയിൽ ആകെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം തകിടം മറിയും. അതുമാത്രവുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ കാണിക്കുന്ന ചില പണികളുണ്ട്. ലെബനനിൽ അവർ വീണ്ടും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളെ ഒന്ന് പ്രകോപിപ്പിക്കാനും ഇറാനെ കുറച്ചുകൂടെ വൈലിട്ടാക്കാനും ഇടയാക്കും. രണ്ടാമത്തെ കാര്യം, ഹൂത്തികൾ സൗദിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതും ഒരു വേറൊരു വിഷയമാണ്. എൻ്റെ ഒരു സംശയം, ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധത്തിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ ആയുധം കൊണ്ട് വലിയ രീതിയിൽ യുദ്ധം ചെയ്യുന്നില്ല, മറിച്ച് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഈ ഇറാനും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇറാന്റെ ഈ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ മിഡിൽ ഈസ്റ്റിൽ, ഇപ്പൊ സൗദി അറേബ്യ തന്നെ അരാംകോ വീണ്ടും കത്തിച്ചിട്ടുണ്ട്, ഹൂത്തികൾ അങ്ങനത്തെ രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ഇറാന്റെ പ്രോക്സികളും ഈ മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള ഒരു യുദ്ധമായി ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അമേരിക്ക സമ്പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വലിഞ്ഞു നിന്നിട്ട് അമേരിക്ക ഈ ഉപരോധങ്ങൾ കൊണ്ടുള്ള യുദ്ധമായിട്ട് വീണ്ടും അതിനെ ഇതാക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. തുടക്കത്തിൽ അമേരിക്ക ഇറാൻ തമ്മിലുള്ള, ഇറാൻ പറയുന്നു ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള യുദ്ധം ജയിച്ചു എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ അമേരിക്ക വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അമേരിക്കയുടെ നിലവിലത്തെ എന്താണ്, ഒരു സ്റ്റാൻഡ് എന്താണ് ഇതിൽ? അമേരിക്ക ഇനി എങ്ങനെയാണ് ഇതെങ്ങനെ അവസാനിപ്പിക്കുന്നത്? അല്ല, ഇതിന് ഒരു മറുപടി നമ്മൾ 3-4 ദിവസം മുമ്പ് ഈ ചാനലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അന്ന് സൗദി പറഞ്ഞൊരു ഡയലോഗ് നമ്മൾ ഈ ചർച്ചയിൽ പറയുകയുണ്ട്. സൗദി പറഞ്ഞത്, തുടങ്ങി വച്ചത് നിങ്ങളാണ്, അനുഭവിക്കുന്നത് ഞങ്ങളാണെന്ന്. സൗദിയെ സംബന്ധിച്ച് ഇപ്പോഴും എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേലിയിൽ ഇരിക്കുന്നതിന് എടുത്തതുപോലെ ആയിപ്പോയി. കാരണം ഒരു സൈഡിൽ തെക്കൻ സൈഡിൽ നിന്ന് ഹൂത്തികളും ഇറാഖിൽ നിന്ന് ഇറാന്റെ മിലീഷ്യസുകളും ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചുകൊണ്ടിരുന്നാൽ സൗദി അറേബ്യ, UAE, ഖത്തർ ഇറാനെ പോലല്ല രാജ്യങ്ങളൊന്നും. അവരൊക്കെ സാമ്പത്തികമായിട്ട് അല്പസ്വല്പം വരുമാനമുള്ളവരും കഞ്ഞുടിച്ച് പോകാൻ കപ്പാസിറ്റി ഉള്ളവന്മാരും അവർ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഈ ലോക്കൽ കിടന്നുള്ള ആളുകളുമായിട്ട് ബഹളത്തിന് പോകത്തില്ല. കാരണം ലോക്കലുമായിട്ട് ബഹളത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ സമയം നഷ്ടം, സാമ്പത്തിക നഷ്ടം, എല്ലാം നഷ്ടമാകും. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും സമന്വയമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ പോവുക, അവരുടെ ബിസിനസ്സുമായി മുമ്പോട്ട് പോകുക. ഇത് തന്നെയാണ് ആ രാജ്യങ്ങൾ. ഇപ്പൊ അവർ പെട്ടുകിടക്കുകയാണ്. ഇനി അമേരിക്കയ്ക്ക് ചെയ്യാനുള്ളത് കുറെ ഗീർവാനം അടിക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. ഞങ്ങൾ ജയിച്ച, ഞങ്ങൾ തകർത്തെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇപ്പോൾ ചെയ്യുന്ന നില തുടരുക എന്നുള്ളത് മാത്രമാണ്. അടുത്ത ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള നില, ഇപ്പൊ വെടിനിർത്തലും ഇല്ല. വെടിനിർത്തൽ ഇനി നീട്ടത്തില്ലെന്ന് ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വെടിനിർത്തലില്ല. ഹോർമുസ് പിടിച്ചെന്ന് പറയുന്നു, അവിടെ യാതൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്താണ് അടുത്തതെന്നുള്ളതാണ്. ഒന്നുകിൽ അമേരിക്ക ഒരു വലിയ അറ്റാക്കിന്, ഒരു വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ബോംബ്, അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ റഷ്യ എങ്ങാനും ഉക്രൈനിൽ കൊണ്ടെങ്ങാനും അണുബോംബോ ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അണു മിസൈലുകളോ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഇറാനിലും കൊണ്ട് അത് അടിക്കാമോ എന്നായിരിക്കും ചിലപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത്. ട്രംപ് ആയതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കും. ഒരുത്തൻ ചെയ്തല്ലോ, അവന് ചെയ്യാമെങ്കിൽ എനിക്കും പറ്റിക്കൂടെ എന്ന് വെച്ച് ചെയ്യാനും മതി. ഇല്ലെങ്കിൽ ഒരു വലിയ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു വലിയ നാശനഷ്ടം ഇറാന് വരുത്തിക്കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഡയലോഗ്സുകൾ, അതായത് ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഈ അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ, ഇപ്പൊ ഒരു അനിശ്ചിതാവസ്ഥയാണ്. വെടിനിർത്തലും ഇല്ല, ഒന്നുമില്ല, ഏത് നിമിഷം വേണേ പൊട്ടാം.
എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥ. ഈ ഒരു സാധനം നിലനിൽക്കും. ഈ അനിശ്ചിതാവസ്ഥ കുറെ നാൾ നിലനിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ചർച്ചകൾക്ക് ഒരു സമയം കിട്ടും. അതായിരിക്കാം നോക്കുന്നത് അമേരിക്ക. ഇങ്ങനെ അനിശ്ചിതത്വം നീട്ടിക്കൊണ്ടു പോവുക, അതിനിടയിൽ ആരെങ്കിലുമൊക്കെ വന്ന് മുനീറോ കിനീറോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഒരു ചർച്ച നടത്തി എവിടെങ്കിലും ഒക്കെ കൊണ്ട് കെട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷെ ട്രംപ് അതിലും വലിയൊരു ഡയലോഗ് അടിച്ചത് നമ്മൾ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, ഇറാനിൽ സംസാരിക്കുവാനോ അടുത്ത ഭരണത്തിൽ കയറുവാനോ ആരുമില്ല. അതായത് നമ്മൾ പറഞ്ഞത് ഖമേനി പോയെങ്കിൽ അവിടുത്തെ സ്ട്രക്ചർ പോകും. സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അവിടെ ആളെ കിട്ടത്തില്ല. ഇപ്പൊ അതാണെന്ന് ട്രംപ് സമ്മതിച്ചു കഴിഞ്ഞു. അവിടെ ഭരണമാറ്റം ഉണ്ടാകാൻ വേറൊരാളെ കുറിച്ച് എനിക്കറിയില്ല, അങ്ങനെ ഒരാളില്ല അവിടെ. അതായത് ഭരണമാറ്റം ഉണ്ടായാലും അവിടെ അധികാരത്തിൽ ഒരാളില്ല. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് 2 ബോംബിടും, നിങ്ങൾ തെരുവിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കണം, ഭരണം മാറും. അവിടെ ആളില്ലെന്ന് ഇപ്പൊ പുള്ളിക്ക് ബോധ്യം വന്നു. കാരണം അതാണ് ഒരു സ്ട്രക്ചർ ആയിരുന്നു ഖമേനി. അത് എന്തോ ആയിക്കോട്ടെ, അത് തകർന്നു, മൊത്തം അവിടെ കെട്ടുപൊട്ടി എന്നുള്ളതാണ്. ഇപ്പൊ ട്രംപിന് പോലും നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടൊരു നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്, അത് കുർദുകളെ വെച്ചിട്ട് നമ്മുടെ ഈ തുളസി ഗബ്ബാർഡ് ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ ട്രംപിന്റെ രാജിവെച്ച് തുളസി ഗബ്ബാർഡിന് അതിന് ഇപ്പൊ ചാർജ് കൊടുത്തിരിക്കും. ഈ കുർദുകളെ വെച്ചിട്ട് ഈ IRGCയിലുള്ള ചില കമാൻഡർമാരുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്, ബാക്ക്ഡോർ സംഭാഷണങ്ങൾ. ആ നിലയിലേക്ക് മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് നേർക്കുനേരെ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാമായിരുന്നു. ഇപ്പൊ പുറംപാതിൽ കൂടെ ട്യൂൺ ചെയ്യുകയാണ്, എവിടെങ്കിലും എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നറിയാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു മിഡിൽ ഈസ്റ്റിന്റെ അവസ്ഥ.